നമസ്കാരം. കഥകൾ ഇഷ്ടപ്പെടുന്ന ഏവരെയും ഞാൻ DK നോട്ട്സ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഒരു ചെറു പുഞ്ചിരിയോടെ ചുറ്റമ്പലത്തിൽ നിന്നിറങ്ങിയ ശിവപ്രിയ നേരെ നോക്കിയത് അമ്പലത്തിലേക്ക് കടന്നു വരുന്ന രാമചന്ദ്രൻ മാഷിന്റെ മുഖത്തേക്കായിരുന്നു. അവളുടെ ചുണ്ടിൽ നിലനിന്നിരുന്ന പുഞ്ചിരി മാഞ്ഞു. ഇത്രയും നാൾ ഒരു നോട്ടത്തിനായി, ഒരു വാക്കിനായി കൊതിച്ച് മാഷിന്റെ പിറകെ നടന്നിട്ടും അത് കാണാതെ വലിയ വീട്ടിലെ കുട്ടിയെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയ മാഷിനോട് അവളുടെ ഉള്ളിൽ വല്ലാത്ത പരിഭവമായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തു നിന്നും കണ്ണുകൾ വെട്ടിച്ചു മാറ്റിയ അവൾ വേഗം തന്നെ പുറത്തിറങ്ങിയതും ഒന്ന് നടുങ്ങി. പുറത്ത് നല്ല ഇരുട്ട് വീണിരിക്കുന്നു. അയ്യോ, ഇനി ഈ പാടവരമ്പത്തുകൂടി ഒറ്റയ്ക്കിങ്ങനെ തിരികെ പോകും. അവൾ ആകെ അങ്കലാപ്പിലായി. എങ്കിലും ധൈര്യം സംഭരിച്ച് വീട്ടിലേക്ക് നടന്നു തുടങ്ങിയതും ബാറ്ററി ടോർച്ചിന്റെ മങ്ങിയ വെളിച്ചവുമായി മുന്നിൽ നിന്ന് നടന്നു വരുന്ന തന്റെ അച്ഛനെ കണ്ടപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. ഇത്രയും താമസിക്കുമായിരുന്നെങ്കിൽ അമ്മയെ കൂടി വിളിക്കാഞ്ഞത് എന്തേ മോളെ? അദ്ദേഹം അവളോട് ചോദിച്ചു. ഇത്രയും ഇരുട്ടായത് ഞാനും ശ്രദ്ധിച്ചില്ല അച്ഛാ. ദീപാരാധന കണ്ടങ്ങ് നിന്നുപോയി, അവൾ പറഞ്ഞു. തിരികെയുള്ള അവരുടെ ആ നടത്തത്തിൽ മൗനം ഭേദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദമുയർന്നു. മോൾക്ക് രാമചന്ദ്രൻ മാഷിനെ ഇഷ്ടമായിരുന്നു എന്നത് അച്ഛനറിയാം. അവളൊന്ന് നടുങ്ങി. ആ നടുക്കം അവളുടെ നെഞ്ചെടുപ്പ് കൂട്ടി, നാവുകളെ നിശ്ചലമാക്കി കളഞ്ഞു. അദ്ദേഹം തുടർന്നു. മാഷിനോട് നിനക്കിപ്പോൾ പരിഭവമുണ്ടെന്നും അച്ഛനറിയാം. എനിക്കും മാഷിനെ ഇഷ്ടമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് നിന്റെ കാര്യം സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇളയിടത്തെ ഗോപിനാഥൻ അങ്ങുന്നിന്റെ മകൾ പത്മയെ അങ്ങ് പട്ടണത്തിൽ വെച്ച് തന്നെ കണ്ടിഷ്ടപ്പെട്ടിരുന്നു. മാത്രവുമല്ല, വടക്കുള്ള പേര് കേട്ട തറവാട്ടിലെ അംഗമായിരുന്നിട്ട് കൂടി ഇവിടെ ഈ കുഗ്രാമത്തിലെ നമ്മുടെ ചെറിയ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ വന്നതുപോലും പത്മയ്ക്ക് വേണ്ടിയായിരുന്നു. ലേശം വിഷമമുണ്ടായെങ്കിലും അതുകൊണ്ടുകൂടിയാണ് അച്ഛൻ അവരുടെ കാര്യം ഇളയെടുത്ത് സംസാരിച്ച് ശരിയാക്കി കൊടുത്തത്. രാമചന്ദ്രൻ മാഷ് നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഇനിയും പരിഭവമൊന്നും മോള് മനസ്സിൽ കരുതണ്ട കേട്ടോ. അവൾ മൂളി. ഇത്രയും നാൾ ആ മനുഷ്യന്റെ മനസ്സറിയാതെ ആയിരുന്നല്ലോ താൻ പിറകെ നടന്നിരുന്നതെന്നോർത്തപ്പോൾ ഒരു ജാള്യത അവൾക്ക് തന്നെ തോന്നിപ്പോയി. എങ്കിലും അച്ഛൻ പറഞ്ഞതുപോലെ ഇനിയും തൻ്റെ ഉള്ളിൽ ഒരു പരിഭവം വെച്ചു പുലർത്തേണ്ട എന്നവൾ തീരുമാനിച്ചു. തങ്ങളുടെ ചായക്കടയിൽ പതിവ് ആൾക്കാർക്ക് അത്താഴമൂണ് വിളമ്പുന്ന തിരക്കിലായിരുന്നു അവൾ. കേശവനമ്മാവ എന്നുള്ള ഗാംഭീര്യമുള്ള ഒരു വിളി കേട്ടപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. അതാ അവിടെ അമ്പലത്തിൽ വെച്ച് കണ്ട ആ വെള്ളാരം കണ്ണുള്ള മനുഷ്യൻ തൻ്റെ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നു. വീണ്ടും അയാളുടെ കണ്ടത്തിൽ നിന്നും ആ വിളി ഉതിർന്നു. കേശവനമ്മാവ. ആ വിളി കേട്ട് തൻ്റെ അച്ഛൻ കണ്ണുമിഴിച്ചു നിൽക്കുകയാണ്. തൻ്റെ അച്ഛൻ്റെ പേര് രാമൻപിള്ള എന്നാണല്ലോ. ഈ ചെറുപ്പക്കാരൻ ആളു മാറിയെന്ന് തോന്നുന്നു, അവൾ ചിന്തിച്ചു. അപ്പോഴേക്കും രാമചന്ദ്രൻ മാഷും അനുജൻ രവിയും അയാളുടെ അടുത്തെത്തി. ഒന്നും മിണ്ടാതെ കണ്ണും മിഴിച്ചു നിന്നിരുന്ന ശിവപ്രിയയുടെ അച്ഛനെ നോക്കിക്കൊണ്ട് അയാൾ തുടർന്നു. ഈ രാമചന്ദ്രൻ എൻ്റെ സുഹൃത്താണ്. നമ്മുടെ തറവാട്ടിൽ കല്യാണക്കാര്യം പറയാനായി വന്നപ്പോൾ യാദൃച്ഛികമായി അമ്മാവന്റെ ഫോട്ടോ ചുവരിൽ കാണാനിടയായി. അങ്ങനെയാണ് അമ്മാവൻ ഇവിടെയുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ നിന്നിരുന്ന ശിവപ്രിയയുടെ അടുത്തേക്ക് അമ്മ സുജാതയും എത്തി. എന്താ ഇതൊക്കെ എന്ന ചോദ്യഭാവത്തോടെ അവൾ അമ്മയെ നോക്കി. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. തിരക്കൊഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ മോൻ അകത്ത് കയറിയിരിക്കൂ എന്ന് അവളുടെ അച്ഛൻ ആ ചെറുപ്പക്കാരനെ നോക്കി പറഞ്ഞു. നന്ദൻ മോൻ ഞങ്ങളെ തിരക്കി വരേണ്ടതില്ലായിരുന്നു, ചായക്കടയിലെ തിരക്കുകൾ കഴിഞ്ഞു വന്ന അയാൾ പറഞ്ഞു. അമ്മാവൻ അപ്പോൾ എന്നെ മനസ്സിലായല്ലേ? അവൻ സന്തോഷത്തോടെ ചോദിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കല്യാണിയച്ചിയുടെ വെള്ളാരം കണ്ണുള്ള ഈ മുഖം ഞാൻ മറക്കുമോ? തറവാട്ടിൽ എല്ലാവരും സുഖമായിരിക്കുന്നോ? അദ്ദേഹം ചോദിച്ചു. മുത്തശ്ശൻ കിടപ്പിലാണ്. മുത്തശ്ശിക്കും വയ്യാതായിരിക്കുന്നു. അമ്മാവൻ ഇവിടെയുണ്ടെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കൈയോടെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് പറഞ്ഞ് ഇരുവരും തന്നെയാണ് എന്നെ പറഞ്ഞയച്ചത്, രഘുനന്ദനൻ പറഞ്ഞു. അത് കേട്ട് എന്തു പറയണമെന്നറിയാതെ അദ്ദേഹം സുജാതയെ നോക്കി. അപ്പോഴും അവരുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെ നിന്നിരുന്നു. ഏത് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും തറവാടിന്റെയും ഒക്കെ കാര്യമാണ് ഈ പറയുന്നത്? നമ്മുടെ ഉറ്റവരെല്ലാം മുൻപേ മരിച്ചുപോയി എന്നല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ശിവപ്രിയ ആകാംക്ഷയോട് ചോദിച്ചു. ഒരു നെടുവീർപ്പോടെ അദ്ദേഹം തുടർന്നു. മോള് ഞങ്ങളോട് ക്ഷമിക്കണം. നമ്മുടെ തറവാടും വീട്ടുകാരുമൊക്കെ ഇപ്പോഴുമുണ്ട്. പുന്നക്കൽ തറവാട്ടിലെ പ്രതാപിയായ നീലകണ്ഠക്കുറുപ്പാണ് മോളുടെ മുത്തശ്ശൻ. സുമംഗലാദേവിയാണ് മുത്തശ്ശി. ഒന്ന് നിർത്തിയിട്ട് അദ്ദേഹം തുടർന്നു. എൻ്റെ ശരിക്കുള്ള പേര് കേശവക്കുറുപ്പ് എന്നാണ്. ഞങ്ങൾ മക്കളിൽ ഏറ്റവും മൂത്തത് കല്യാണിയേച്ചിയാണ്. രണ്ടാമത് ഞാനും. എനിക്ക് നേരെ ഇളയത് ശ്രീദേവിയും
അതിന് താഴെ ത്രിവിക്രമനുമായിരുന്നു. ശ്രീദേവിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു നിന്റെ അമ്മ സുജാത. ശ്രീദേവിയെ പോലെ തന്നെ നന്നായി നൃത്തം ചെയ്തിരുന്നു സുജാതയും. അവളുടെ ആ ചിലങ്കയുടെ താളം എൻ്റെ മനസ്സിലും കയറിക്കൂടി. എൻ്റെ പ്രണയാഭ്യർത്ഥന പലവട്ടം നിന്റെ അമ്മ നിരസിച്ചിരുന്നു. എൻ്റെ വിഷമം മനസ്സിലാക്കിയിട്ടോ അതോ തനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള തൻ്റെ കൂട്ടുകാരി തൻ്റെ ചേട്ടൻ്റെ വധുവായി വീട്ടിൽ വരുന്ന സന്തോഷം കൊണ്ടോ ശ്രീദേവിയാണ് എൻ്റെ അമ്മയുടെ മനസ്സ് മാറ്റി എന്നെ പ്രണയിക്കാൻ നിർബന്ധിച്ചത്. അങ്ങനെ ഞങ്ങൾ പിരിയാൻ കഴിയാത്ത വിധം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രണയത്തിലായി. പക്ഷേ പ്രതാപത്തിൻ്റെയും ആസ്തിയുടെയും കാര്യത്തിൽ അന്നാട്ടിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്ന പുന്നക്കൽ തറവാട്ടിലെ കാരണവരായ എൻ്റെ അച്ഛന് തങ്ങളെക്കാൾ താഴ്ന്ന ജാതിയിലുള്ള സുജാതയുമായുള്ള ബന്ധം അംഗീകരിക്കാനായില്ല. അച്ഛൻ്റെ എതിർപ്പുകൾ ഞാൻ അവഗണിച്ചെങ്കിലും സുജാതയുടെ കുടുംബത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഒടുവിൽ ശ്രീദേവിയുടെ സുഹൃത്തിൻ്റെ സുഹൃത്തായിരുന്ന ഇളയിടത്ത് ഗോപിനാഥൻ അങ്ങുന്നിൻ്റെ സഹായത്തോടെയാണ് ഞാൻ ജീവനോടെ സുജാതയുമായി അന്നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്നിരുന്നാലും അച്ഛൻ ഞങ്ങളെ കണ്ടുപിടിക്കുമോ എന്ന ഭയമുള്ളതുകൊണ്ട് തറവാടും സ്വന്തം പേരും ഒക്കെ എല്ലാവരിൽ നിന്നും എനിക്ക് ഇത്രയും കാലം മറച്ചു പിടിക്കേണ്ടി വന്നു. അദ്ദേഹം തേങ്ങിപ്പോയി. ഓർമ്മകളുടെ ഭീകരത അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അപ്പോഴും തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ട് ഒന്നും മിണ്ടാനാകാതെ തരിച്ചു നിന്നിരുന്ന ശിവപ്രിയയുടെ മുഖത്ത് രഘുനന്ദനൻ്റെയും രവിയുടെയും 2 ജോഡി കണ്ണുകൾ ഇമവെട്ടാതെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അവൾ അറിഞ്ഞിരുന്നില്ല. തുടർഭാഗങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.